പുതിയ സിലബസ് വന്നു. അപ്പോൾ ഈ സിലബസ് പ്രകാരം നമ്മൾ നേരത്തെ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്, മിക്ക കാര്യങ്ങളും നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പക്ഷേ നമുക്ക് പുതുമയായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ സിലബസ് കണ്ട സമയത്ത് കേരള ഭരണവും സവിശേഷതകളും എന്നൊരു ടോപ്പിക്ക് നമ്മൾ കണ്ടു. ആ ടോപ്പിക്കിനകത്ത് തന്നെയാണ് കേരള അഡ്മിനിസ്ട്രേഷൻ തന്നിട്ടുണ്ട്, അവർ തണ്ണീർത്തട സംരക്ഷണ നിയമം തന്നിട്ടുണ്ട്, നമ്മുടെ ദുരന്ത നിവാരണ നിയമം തന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, സിലബസിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പുതുമയുള്ള കാര്യമാണ്. ഒരു കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ എടുത്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നന്നായിട്ടുള്ള വായന വേണം, നന്നായിട്ട് വായിക്കണം. അപ്പോൾ ലാൽസ് അക്കാഡമിയുടെ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്, നമ്മൾ നോക്കുന്ന കാര്യം ഇതാണ്, കേരള ഭരണവും സംവിധാനങ്ങളുമാണ്. അതിനകത്ത് ആദ്യം PSC തന്നിരിക്കുന്ന കാര്യം കേരള അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്തായി അഡ്മിനിസ്ട്രേഷൻ ചോദിച്ചാൽ വേറൊന്നുമല്ല, ഒരു ഗവൺമെൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നയപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ആ ഭൗതിക സാഹചര്യങ്ങൾക്കനുസരിച്ച് എത്തിക്കുന്നതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം, പൊതുഭരണം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഈ പൊതുഭരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ SCERT ടെക്സ്റ്റിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കോട്സുകൾ തന്നിട്ടുണ്ട്. ഒന്ന്, ഒരു പാശ്ചാത്യ ചിന്തകനായിട്ടുള്ള എൻ ഗ്ലാഡന്റെ വാക്കുകളാണ്. ആരുടെ വാക്കുകളാണ്? എൻ ഗ്ലാഡൻ. ആ വാക്ക് മറക്കരുത്, എൻ ഗ്ലാഡന്റെ വാക്കുകളാണ്. അദ്ദേഹത്തിന്റെ വാക്ക് പ്രകാരം എന്താണ് പൊതുഭരണം എന്നാൽ ചോദിച്ചാൽ, പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഒരു ഗവൺമെന്റിന്റെ ഭരണത്തെ സംബന്ധിക്കുന്നതാണ് പൊതുഭരണം എന്ന് പറഞ്ഞ വ്യക്തി ആരാ? അത് എൻ ഗ്ലാഡൻ ആണ്. വാക്ക് മറക്കരുത്, എൻ ഗ്ലാഡൻ ആണ്. ഓക്കെ അല്ലേ? മറ്റൊരു കോട്സ് നമ്മുടെ ഗാന്ധിജിയുടെ കോട്സാണ്. അദ്ദേഹം പറയുന്നു, ഒരു പൊതു ഉദ്യോഗസ്ഥൻ ഒരു പൊതുഭരണത്തിൽ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹം കണ്ട ഏറ്റവും പാവപ്പെട്ട അല്ലെങ്കിൽ ദരിദ്രനായ ഒരു വ്യക്തിയുടെ മുഖം ഓർമ്മയിൽ വേണം എന്ന് പറഞ്ഞ വ്യക്തി ആരാ? അത് ഗാന്ധിജിയാണ്. ആ കോട്സ് ഏകദേശം നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പേര് മറക്കരുത്. ആരുടെ പേരാ? എൻ ഗ്ലാഡന്റെ പേര് മറക്കരുത്. ഓക്കെ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഈ പൊതുഭരണത്തിനകത്ത് സർക്കാരിൻ്റെ ചട്ടക്കൂടുകൾക്കകത്ത് നിന്നുകൊണ്ട് ഓരോ കാര്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേരാണെന്ത്? ഉദ്യോഗസ്ഥ വൃന്ദം, അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണെന്ത്? ബ്യൂറോക്രസി എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ? ശരി, അങ്ങനെ ഈ ബ്യൂറോക്രസി നമുക്ക് പൊതുവായിട്ട് ഇന്ത്യൻ ബ്യൂറോക്രസി, അതായത് ഈ ബ്യൂറോക്രസി എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് അതായത് കേന്ദ്ര തലത്തിലുള്ളവരും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുള്ളവരും പൊതുമേഖലകളിലും വർക്ക് ചെയ്യുന്നവരെ പൊതുവായി നമ്മൾ വിളിക്കുന്ന പേരാണ് അവർ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ? എന്നാൽ ഈ പറയപ്പെടുന്ന ഈ ബ്യൂറോക്രസിക്ക് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഓരോ ബ്യൂറോക്രസിക്കും ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ശ്രേണീപരമായിട്ടുള്ള സംഘാടനം ഉണ്ടായിരിക്കണം. അവരുടെ ഒന്നാമത്തെ പ്രത്യേകത, അവർക്ക് എന്തുണ്ടായിരിക്കണം? ശ്രേണീപരമായിട്ടുള്ള സംഘാടനം ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ പ്രത്യേകത ചോദിച്ചാൽ, അവരുടെ രണ്ടാമത്തെ പ്രത്യേകതയാണ് സ്ഥിരത. അവർക്ക് എന്തുണ്ടായിരിക്കണം? സ്ഥിരത ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ അവരുടെ പ്രത്യേകത ചോദിച്ചാൽ യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനമായിരിക്കണം. നാലാമത്തെ അവരുടെ പ്രത്യേകത ചോദിച്ചാൽ രാഷ്ട്രീയ നിഷ്പക്ഷത ഉണ്ടായിരിക്കണം. 5, അവർക്ക് വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പറയപ്പെടുന്ന സവിശേഷതകൾ ആരുടേതാണ്? ഓരോ ബ്യൂറോക്രസിയുടെയും എന്തെന്നറിയപ്പെടുന്നു? സവിശേഷത അറിയപ്പെടുന്നു. നമ്മൾ ഈ ഇടയ്ക്ക് കണ്ട ചോദ്യ പാറ്റേൺ അനുസരിച്ച് നമ്മൾ കണ്ടതല്ലേ, താഴെ പറയുന്നവയിൽ ഇന്ന കാര്യത്തിന്റെ സവിശേഷത ഏത്, സവിശേഷത അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഒരു ബ്യൂറോക്രസിയുടെ സവിശേഷതയായി പറയാവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ? ഒന്ന്, ശ്രേണീപരമായിട്ടുള്ള സംഘാടനം. 2, സ്ഥിരത ഉണ്ടായിരിക്കണം. 3, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനമായിരിക്കണം. 4, രാഷ്ട്രീയ നിഷ്പക്ഷത ഉണ്ടായിരിക്കണം. 5, എന്താ? വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും ആരുടെ പ്രത്യേകതയാണ്? ഈ പറയപ്പെടുന്ന ബ്യൂറോക്രസിയുടെ സവിശേഷതകളാണ്. ഓക്കെ അല്ലേ? നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ കാര്യമാണ്, അവിടെ ഇന്ത്യൻ കേന്ദ്ര തലത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സംസ്ഥാന തലത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ പൊതുമേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പൊതുവായി നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന ഇന്ത്യൻ സിവിൽ സർവീസിനെ നമുക്ക് 3 വിഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ വിഭാഗം ചോദിച്ചാൽ, ഒന്നാമത്തെ വിഭാഗമാണ് അഖിലേന്ത്യാ സർവീസ്. 2, കേന്ദ്ര സർവീസ്. 3, സംസ്ഥാന സർവീസ്. ഒരു SCERT ടെക്സ്റ്റിനകത്ത് എങ്ങനെ പറയുന്നുണ്ടോ അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നു. ആരൊക്കെയാ? ഒരു അഖിലേന്ത്യാ സർവീസ് എന്നും അതുപോലെ തന്നെ കേന്ദ്ര സർവീസ് എന്നും സംസ്ഥാന സർവീസ് എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്താ അഖിലേന്ത്യാ സർവീസിന്റെ പ്രത്യേകത? അവർ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. 2, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് നിയമിക്കപ്പെടുന്നു.
അതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും IAS-ഉം IPS-ഉം, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും എന്തിന് എക്സാമ്പിൾ ആണ്? അത് അഖിലേന്ത്യ. അപ്പോൾ അവരെ തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്താ? ദേശീയ തലത്തിലാണ്. അവർ ഒന്നീ സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ കേന്ദ്ര തലത്തിലോ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. ഓക്കെ അല്ലേ? രണ്ടാമത് കേന്ദ്ര സർവീസ് ദേശീയ തലത്തിലേക്ക് എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുക്കപ്പെടുന്നു. കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ എന്ത് ചെയ്യുന്നു? നിയമിക്കുന്നു. അപ്പോൾ അവർ ആരുടെ ഉദ്യോഗസ്ഥരാണ്? കേന്ദ്ര സർക്കാരിന്റെ മാത്രം ഉദ്യോഗസ്ഥരാണ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ചോദിച്ചാൽ ഒന്ന് ഇന്ത്യൻ ഫോറിൻ സർവീസും മറ്റൊന്ന് ഇന്ത്യൻ റെയിൽവേ സർവീസും. ഓക്കെ അല്ലേ? രണ്ടാമത് സംസ്ഥാന സർവീസ്. സംസ്ഥാന സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു, സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു, സംസ്ഥാന ഗവൺമെന്റിന് അധികാരമുള്ള സ്ഥാപനങ്ങളിൽ മാത്രം നിയമിക്കപ്പെടുന്നു. അതുപോലെ തന്നെ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ചോദിച്ചാൽ ഏതാ? സെയിൽസ് ടാക്സ് ഓഫീസർ. ഈ പേരൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. പേര് കേൾക്കുമ്പോൾ നമുക്ക് കേന്ദ്ര സർവീസും തോന്നും, എന്നാൽ സംസ്ഥാന സർവീസിന് എക്സാമ്പിൾ ആണ് ഏതാ? സെയിൽസ് ടാക്സ് ഓഫീസർ. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് മൂന്ന് എന്തെന്നറിയപ്പെടുന്നു? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ എന്തെന്നറിയപ്പെടുന്നു? ഘടന എന്നറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? ശരി, നമ്മൾ പറഞ്ഞു സംസ്ഥാന സിവിൽ സർവീസ്, അതാണല്ലോ നമ്മുടെ സിലബസിനകത്ത് തന്നിരിക്കുന്ന കാര്യം. എടാ സംസ്ഥാന സിവിൽ സർവീസിനകത്ത് സംസ്ഥാന സർവീസിലെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ആരും ചോദിച്ചാൽ നമുക്കറിയാം, സംസ്ഥാന സർവീസിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനുകളായിരിക്കും അല്ലെ? പബ്ലിക് സർവീസ് കമ്മീഷനുകളാണ് ആരെ തിരഞ്ഞെടുക്കപ്പെടുന്നു? സംസ്ഥാന സർവീസിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കപ്പെടുന്നു. എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള എന്ത് കാണും? ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ കാണും. നമ്മുടെ കേരളത്തിനും സ്വന്തമായിട്ട് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്. ഈ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മുൻഗാമി ആയിരുന്നത് നമുക്കറിയാം, അത് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഏതാണ്? തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. നമ്മുടെ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1936 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരുന്നു. എന്നാൽ ഈ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ പിന്നീട് നമുക്കറിയാം 1949 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുന്നു. അങ്ങനെ ആ തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് 1949 തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് മാറുന്നു. അങ്ങനെ തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ച വർഷം എപ്പോഴാ? 1949. എന്നാൽ ഈ പറയപ്പെടുന്ന തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മൾ ഇന്ന് കാണപ്പെടുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് മാറിയ വർഷം എപ്പോഴാ? അത് 1956 നവംബർ 1. അപ്പോൾ 1956 നവംബർ 1 എന്തായിട്ട് മാറി? കേരള പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് മാറി. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ ഈ പറയപ്പെടുന്ന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർമാനെയും ആരാ നിയമിക്കുന്നേ? അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് നമ്മുടെ കേരള ഗവർണർ ആയിരിക്കും. ആരായിരിക്കും? കേരള ഗവർണർ ആയിരിക്കും. അതനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഈ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരും ചോദിച്ചാൽ അത് GD നോക്സ് ആയിരുന്നു. ആരായിരുന്നു? GD നോക്സും. നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ചോദിച്ചാൽ ആരാ? വേലായുധനായിരുന്നു അല്ലേ? MK വേലായുധനായിരുന്നു. ഓക്കെ ആണല്ലോ? ഇതാണ് അറിയപ്പെടുന്ന ഈ പേരുകളൊന്ന് ആലോചിച്ചിരിക്കേണ്ട പേരുകൾ. ഓക്കെ അല്ലേ? ശരി, ഞാൻ പറഞ്ഞു ഗവർണറെ നിയമിക്കുന്നു. കാലാവധി എത്ര വർഷം? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇവരുടെ എന്തെന്നറിയപ്പെടുന്നു? കാലാവധി എന്നറിയപ്പെടുന്നു. ഇങ്ങനെ നിയമിക്കുന്ന ചെയർമാനെയും അതുപോലെ തന്നെ അംഗങ്ങളെയും നിയമിച്ചുകൊണ്ട് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയും ചോദിച്ചാൽ ആർട്ടിക്കിൾ എത്രയാ? ആർട്ടിക്കിൾ 315. അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ എത്രയാ? 315. എന്നാൽ ഈ പറയപ്പെടുന്ന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പാർട്ട് ചോദിച്ചാൽ എത്രയാ? പാർട്ട് ചോദിച്ചാൽ ആ പാർട്ടാണ് 14ാമത്തെ പാർട്ട്. എത്രാമത്തെ പാർട്ടാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 14ാമത്തെ പാർട്ട് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ ആർട്ടിക്കിൾ 315 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി 14ാമത്തെ പാർട്ടിനകത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് ആർട്ടിക്കിളുണ്ട്. ഒന്ന് 309ാമത്തെ ആർട്ടിക്കിൾ ശ്രദ്ധിക്കുക. എന്താ 309ാമത്തെ ആർട്ടിക്കിൾ? 309ാമത്തെ ആർട്ടിക്കിളിനകത്ത് പറയുന്ന കാര്യം മറ്റൊന്നുമല്ല, കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം പാർലമെന്റിനും നിയമസഭയിലും നിഷ്പക്ഷമാണ് അല്ലെങ്കിൽ നിക്ഷിപ്തമാണ് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ എത്രയാ? 309. അവിടെ കേന്ദ്ര തലത്തിലോ സംസ്ഥാന തലത്തിലോ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെന്റിനും അതാത് നിയമസഭകൾക്കും ഉണ്ടെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാ? ആർട്ടിക്കിൾ 309. എന്നാൽ 312 എന്താ? ആർട്ടിക്കിൾ 312 അഖിലേന്ത്യാ സർവീസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഓൾ സർവീസ്, നമ്മുടെ സിവിൽ സർവീസ്, അതുപോലെ തന്നെ IPS. ഈ അഖിലേന്ത്യാ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാ? ആർട്ടിക്കിൾ
ഉണ്ട്. പിന്നെ ആലോചിക്കേണ്ടത് ആർട്ടിക്കിൾ 320. എന്താ ആർട്ടിക്കിൾ 320? പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാ? ആർട്ടിക്കിൾ 320. ഓക്കെ അല്ലേ? ശരി, അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ആർട്ടിക്കിൾ ഉണ്ട്, ആർട്ടിക്കിൾ 323A. എന്താ ആർട്ടിക്കിൾ 323A? അവിടെ ആർട്ടിക്കിൾ 323A പറയുന്നു, പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾക്കോ ആക്ഷേപങ്ങൾക്കോ നമുക്ക് എവിടെ സമീപിക്കാം? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാം. ആരെ സമീപിക്കാം? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാം. ഇത് ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 323A പ്രകാരമാണ്. നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട ഒരു അമെൻഡ്മെന്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, 1976 42ാം ഭേദഗതി. ഇത് ഏതുമായി ബന്ധപ്പെട്ടു? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ആരുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ഈ പറയപ്പെടുന്ന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട എന്താണ്? ആർട്ടിക്കിളുകളാണ്. ഓക്കെ അല്ലേ? ശരി, ഞാൻ പറഞ്ഞു അങ്ങനെ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രകാരം നമ്മൾ ആരെ നിയമിക്കുന്നു? ഉദ്യോഗസ്ഥ വൃന്ദത്തെ നിയമിക്കുന്നു അല്ലേ? ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ നമ്മൾ നിയമിക്കുന്നു പറഞ്ഞു. ഇനി അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കേരള റൂൾസ്, അതായത് കേരള സർവീസ് റൂൾസ് നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ അത് 1959 കേരള സർവീസ് റൂൾസ് നിലവിൽ വരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് നിലവിൽ വന്ന ആക്ട് കേരള പബ്ലിക് സർവീസ് ആക്ട്. ഈ കേരള പബ്ലിക് സർവീസ് ആക്ട് നിലവിൽ വന്ന വർഷം 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് നിലവിൽ വരുന്നു. എന്നാൽ ഈ ലാസ്റ്റ് നമ്മൾ കണ്ട ആക്ട് ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് റൂൾസ് നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ എപ്പോഴാണ്? 2018 ജനുവരി 1. അപ്പോൾ ഈ 3 വർഷങ്ങൾ മറക്കരുത്. കേരള സർവീസ് റൂൾസ് 1959, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമം കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. എന്നാൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് റൂൾ എപ്പോഴാണ്? 2018 ജനുവരി 1. ഇതിന്റെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ KS എക്സാം ഒക്കെ നമ്മൾ പഠിച്ചില്ലേ, ഇതുമായി ബന്ധപ്പെട്ട ഈ പറയപ്പെടുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് റൂൾസ് ആക്ടുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ 3 ആക്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യം, അങ്ങനെ ഈ ആക്ട് ഒക്കെ പാസ്സാക്കി നമ്മുടെ ഈ ഉദ്യോഗസ്ഥരും ആവശ്യത്തിന് എന്ത് നടപ്പിലാക്കണം? ഓരോ പരിഷ്കാരങ്ങൾ എന്ത് ചെയ്യണം? നടപ്പിലാക്കണ്ടേ? ഓരോ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്ത് ചെയ്യണം? ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണം. അങ്ങനെ കേരളത്തിൽ മൊത്തം എത്ര ഭരണപരിഷ്കരണ കമ്മീഷൻ ഉണ്ട് എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ആകെ ഭരണപരിഷ്കരണ കമ്മീഷനുകളുടെ എണ്ണം 4 ഭരണപരിഷ്കരണ കമ്മീഷൻ ഉണ്ട്. കേരളത്തിൽ ആകെ ഭരണപരിഷ്കരണ കമ്മീഷനുകളുടെ എണ്ണം 4 ഭരണപരിഷ്കരണ കമ്മീഷൻ ചരിത്രത്തിൽ ഇതുവരെ ആയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ചെയർമാൻ ആരും ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാട്. രണ്ടാമത്തത് വെല്ലോടി എന്ന് പറയും, അദ്ദേഹം ആന്ധ്ര സ്വദേശിയാണ്. വെല്ലോടിയാണ് രണ്ടാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷൻ. മൂന്നാമത്തെ വ്യക്തി ആരും ചോദിച്ചാൽ, മൂന്നാമത്തത് നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന EK നയനാര്. നാലാമത്തെ വ്യക്തി ആരെന്നറിയാം? നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ. ഈ പറയപ്പെടുന്ന ആൾക്കാർ എന്തായിരുന്നു? നമ്മുടെ ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷന്മാരായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ ആകെ എത്ര ഭരണപരിഷ്കരണ കമ്മീഷൻ ഉണ്ടായിരുന്നു? 4 ഭരണപരിഷ്കരണ കമ്മീഷൻ ഉണ്ടായിരുന്നു. EMS നമ്പൂതിരിപ്പാട്, വെല്ലോടി, അതുപോലെ തന്നെ ആരാ? EK നയനാർ, നമ്മുടെ ആര്? VS അച്യുതാനന്ദൻ. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിയേ, കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലും ഭരണപരിഷ്കരണ കമ്മീഷൻ ഉണ്ട്. കേന്ദ്ര ഭരണപരിഷ്കരണ കമ്മീഷൻ ആകെ 2 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തേത് മൊറാർജി ദേശായി ചെയർമാനായിരുന്ന 1966 വന്ന ആദ്യ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷനും. രണ്ടാമത് നമുക്കറിയാം കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന ആരാ? വീരപ്പ മൊയ്ലി ചെയർമാനായിട്ടുള്ള ഒരു ഭരണപരിഷ്കരണ കമ്മീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ ഭരണപരിഷ്കരണ കമ്മീഷൻ കേന്ദ്രത്തിൽ 2ഉം കേരളത്തിൽ എത്രയുണ്ടായിരുന്നു? 4 ഭരണപരിഷ്കരണ കമ്മീഷനും ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തുമായി ബന്ധപ്പെട്ട്? കേരള അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ആലോചിക്കുക. ഇനിയും നമുക്ക് ഈ സിലബസിനകത്ത്, ഈ ടോപ്പിക്കിനകത്ത് കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം, ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നന്നായി നോക്കിയിട്ടാണ് നമുക്ക് പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ലക്ഷ്യം സർക്കാർ ഉദ്യോഗമെങ്കിൽ മാർഗം ലാൽസ് അക്കാഡമി. ഡൗൺലോഡ് ലാൽസ് PSC ലേണിംഗ് ആപ്പ്.